പരാതിയിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറയുന്നത്. ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ല താങ്കൾക്ക് തോന്നുന്നു? ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശരി ശരി. ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIRന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ച് ഫുൾ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, നേരിട്ട് പറഞ്ഞെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണെന്ന്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ അത് പറഞ്ഞത്, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഏത് സമയത്താണെന്നുള്ളത് കഴിഞ്ഞ വർഷം നവംബർ അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിമൺ പവറുള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൺ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ആരോപണം ഉണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ നിവിൻ പോളിയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്ട് ആയിരുന്നല്ലോ ഇത്. അതിന് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പോൾ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക, ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആര്യൻ പറഞ്ഞു, ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ. പക്ഷെ അപ്പോൾ അങ്ങനെ ഒരു പരിപാടി, അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല. എന്നോടൊരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എനിക്ക് സംസാരിച്ച് ശീലമില്ല, അപ്പോൾ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനും കെയർഫുള്ളായിരിക്കുകയാണ്, കാരണം അത് സൂക്ഷിക്കണം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്. ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ, മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിനടുത്ത് നമ്മൾ കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അത്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളില്ല.